അതങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടില്ല. അതുകൊണ്ടുതന്നെ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആ പെൺകുട്ടി ഇന്നും 13-കാരിയാണ്. ലൈബ്രറിയൻ മാർക്ക് സാറാണ് വായിച്ച ഏതോ പുസ്തകത്തിലെ കഥാപാത്രത്തിൽ നിന്നും നതാഷ എന്ന പേര് സാംസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സാംസയ്ക്ക് സാംസ എന്ന പേര് വരാനും കാരണം അയാളാണ്. എല്ലാ മനുഷ്യരുടെയും ബാല്യം എവിടെ അവസാനിച്ചു, ശേഷിച്ച ജീവിതം എവിടെ തുടങ്ങി എന്നൊക്കെ കൃത്യമായ ഒരു ബിന്ദു ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അച്ഛൻ കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ വീട്ടിൽ കയറി വന്ന മോഹനൻ തല്ലിയപ്പോൾ സാംസയുടെ ബാല്യം അവിടെ അവസാനിച്ചു. അച്ഛൻ വരാൻ വൈകുന്ന എല്ലാ രാത്രികളിലും അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു 13 വയസ്സുകാരൻ. അച്ഛനുള്ള വീട്ടിൽ സുരക്ഷിത ബോധത്തോടെ ഉറങ്ങാനാണ് അവനിഷ്ടം. വളർന്നു വരും തോറും അവൻ അയാളുടെ രൂപത്തിലേക്കാണ് മാറുന്നതെന്ന് ആളുകൾ പറയാറുണ്ട്. അയാളെല്ലാം മറച്ചു വയ്ക്കുന്നത് പോലെ അവന്റെ ഉള്ളിലും നിഗൂഢ ലോകമുണ്ട്. അയാൾക്ക് നടപ്പില്ലാത്ത കാര്യങ്ങളിൽ ഭ്രാന്തുള്ളതുപോലെ അവനും സംഭവമല്ലാത്ത കഥകളിലും പുസ്തകങ്ങളിലും ഭ്രാന്തുണ്ട്. അയാൾ അടച്ചിട്ട കടയിലെ ഉഷ്ണിച്ച ചാക്കുകൾക്കിടയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് പോലെ അവനും പുസ്തകറാക്കുകൾക്കിടയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഞാൻ അച്ഛൻ തന്നെയാണോ എന്നതാണ് സാംസയുടെ പേടി. ഇത് DC ബുക്സ് പ്രസിദ്ധീകരിച്ച S. ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. ദുരിതങ്ങളുടെ കൊക്കൂണിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറച്ചു മനുഷ്യർ.